എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു. മാർച്ച് 25 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ ദിവസമാണ് മാർച്ച് 25. ഇത് ഒഫീഷ്യലായിട്ട് കാനോനികമായിട്ട് ലോകം മുഴുവനും പരിശുദ്ധ മറിയത്തിന്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗ്രിഗറി 9 മാർപ്പാപ്പയാണ്. 1370 മുതൽ 1378 വരെ സഭയെ നയിച്ച പിതാവാണ് ഗ്രിഗറി പിതാവ്. ഇതിനു മുമ്പ് മംഗളവാർത്ത പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞ പിതാവ് ലിയോ ദ ഗ്രേറ്റ് ആണ്. AD 440 മുതൽ 461 വരെ സഭയെ നയിച്ച വലിയൊരു പിതാവാണ് അദ്ദേഹം. സഭയുടെ ആരംഭം മുതൽ മാതാവിന്റെ മംഗളവാർത്ത പെരുന്നാൾ ആഘോഷിച്ചിരുന്നു. പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരായ അത്രേഷ്യസ്, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ആംബ്രോസ്, ഇവരുടെയൊക്കെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും മാതാവിന്റെ മംഗളവാർത്തയെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ മറിയത്തിന്റെ മംഗളവാർത്ത നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് ഈ കാര്യങ്ങള് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലൂക്ക ഒരു വൈദ്യനായിരുന്നു. തന്റെ കാഴ്ചപ്പാടില് ആ വൈദ്യൻ എന്ന നിലയിൽ, ഡോക്ടർ എന്ന നിലയിൽ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം തന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് വിശുദ്ധ ലൂക്ക വിരചിച്ചിട്ടുണ്ട്. ലൂക്കാ സുവിശേഷകൻ 1-ാം അധ്യായത്തില് 26 മുതൽ പറയുകയാണ്, 6-ാം മാസം കന്യകയായിരിക്കുന്ന മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അരികിലേക്ക്, ഒരു കന്യകയുടെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു ചെന്നു. ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുകയാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്, എമ്മാനുവേലിന് ജന്മം നൽകുവാൻ പോകുന്നു. തദവസരത്തില് മറിയം ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കല്യാണം കഴിക്കാതെ, കുടുംബജീവിതം നടത്താതെ ഒരു സ്ത്രീക്കും ഗർഭിണിയാകാൻ കഴിയുകയില്ല എന്ന് ആ ചെറുപ്പക്കാരിയായ മറിയത്തിന് അറിയാം. അതുകൊണ്ടാണ് മറിയം ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അവൻ വലിയവനായിരിക്കും. മറിയം ഗബ്രിയേൽ ദൈവദൂതനോട് പറയുക, അവിടുത്തെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സത്യമാണ്. ഈ മംഗളവാർത്ത തിരുനാളില് പല പ്രാവശ്യം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ഉം 28-ഉം വായിച്ചു. ഇംഗ്ലീഷില് ഞാനൊരു വചന സന്ദേശം നൽകി. ഇന്ന് വീണ്ടും ഈ സുവിശേഷം വായിച്ച് പ്രധാനപ്പെട്ട ചിന്തകള്, ദർശനങ്ങള്, അരുവിയുടെ അഭിഷേകം അനുസരിച്ച് ഞാൻ സംസാരിച്ചു. ഇത് 3-ാമതാണ് മംഗളവാർത്തയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അത്രയും എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. കാരണം പലരും മക്കളില്ലാതെ എൻ്റെ അടുത്തൊക്കെ വരും പ്രാർത്ഥിക്കുവാനായിട്ട്. ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോഴും ഇപ്പോഴും വരുന്ന ആ മക്കളോടൊക്കെ പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എടത്തുവായിൽ നിന്നും ഒരു സഹോദരി വന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി അവർക്ക് മക്കളില്ല. തദവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞത്, ഈ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം
26 മുതൽ 38 വരെയുള്ള വചനങ്ങള് നീ വായിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് 3 പേരിടണം. 1 എലിസബത്ത്, 2 കൃപാമരിയ, 3 സാമുവേല്. ഈ പേരിട്ട് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം. 3 കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ശാസ്ത്രീയമായ എല്ലാ മാർഗങ്ങളും അവർ അവലംബിച്ചു. അതിനോടുകൂടെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളില് പത്രോസ് പറയും, ഞാൻ മീൻ പിടിക്കാൻ പോവുക. വേറെ 6 പേര് കൂടി പറയും, ഞങ്ങളും കൂടി വരിക. 7 പേര് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് മീനൊന്നും കിട്ടിയില്ല. പക്ഷേ കടലിന്റെ കരയിൽ വന്നു നിന്നിട്ട് യേശു ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ല കർത്താവേ. വഞ്ചിയുടെ വലതുവശത്ത് വീശുക. ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവ വചനമനുസരിച്ച്, യേശു വചനമനുസരിച്ച് അവർ വീശി ധാരാളം മീൻ കിട്ടി. അതുപോലെ ആ എടുത്തുവായി വന്ന കുടുംബത്തോട് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനം 8:2, കർത്താവെ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ. അപ്പൊ മംഗളവാർത്തയുടെ ആ വചനവും യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനവും സങ്കീർത്തനം 8:2 കൂടി ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 90 ദിവസത്തോളം അവർ പ്രാർത്ഥിച്ചു. 1.5 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിക്കുകയാണ്, അച്ഛാ ഞാൻ ഗർഭിണിയാ, എന്റെ ഉദരത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എടുത്തു കളയണമെന്നാണ് ഡോക്ടർ പറയുന്നത്. 2 കുഞ്ഞുങ്ങളെ കളയണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് 3 മരിച്ചു പോകും. ഞാൻ പറഞ്ഞു, ദൈവം തന്നതല്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. മംഗളാവർത്തയിലെ വചനമാ. അവനെ വളർത്തി ഡിസംബർ 26 2019 ആ കുഞ്ഞുങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾക്കും മാമുദീസ നൽകുവാൻ സാധിച്ചു. ദൈവമേ നന്ദി. അപ്പൊ മംഗളവാർത്തയുടെ സന്ദേശം ഇതാണ്, സന്തോഷത്തിന്റെ സന്ദേശമാണ്. ഈ മംഗളവാർത്തയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത് എന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി വന്നത് വിശുദ്ധമായ ഒരു ജീവിതമാണ്. നോ ലിവിംഗ് ടുഗദർ. മറിയത്തിന് വിശുദ്ധമായ ഒരു ജീവിതമാണ്. കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞത് പകുതി നിറഞ്ഞവളെന്നല്ല, 3/4 നിറഞ്ഞവളെന്നല്ല. ഇനി നിറയാനായിട്ട്, ദൈവത്തിന്റെ അനുഗ്രഹം നിറയാനായിട്ട് അവളിൽ ഒന്നുമില്ല. ഇന്ന് ലിവിംഗ് ടുഗദർ. എനിക്കൊരു എനെ ഇഷ്ടപ്പെട്ടു, എനിക്കൊരു ബിഎനെ ഇഷ്ടപ്പെട്ടു, 2 പേർക്കും ഒന്നിച്ച് ജീവിക്കാം. നിയമം അനുവദിക്കുന്നുണ്ട്. ലിവിംഗ് ടുഗദറിലല്ല മംഗളവാർത്ത നടക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിലാണ് നടക്കുന്നത്. ലിവിംഗ് ടുഗദർ കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് പാപമാണെന്ന് പറയുന്നു. അതെ, പാപമാണ്. വിവാഹം എന്ന കൂദാശയിലൂടെയാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാര് മാമുദീസ, സൈലേപനം, കുർബാന, കുംഭസാരം, വിവാഹം, ഈ കൂദാശ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കൂദാശയിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? മറ്റെല്ലാ കൂദാശകളിലും ഒരു വ്യക്തിക്കാണ് ലഭിക്കുക. എന്നാൽ വിവാഹം എന്ന് പറയുന്ന കൂദാശയിൽ മാത്രമാണ് 2 പേർക്കും കൂടി ആ പരിശുദ്ധാത്മാവിനെ നൽകുന്ന, അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ലിവിംഗ് ടുഗദറില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല. അതൊരു കൂദാശയല്ല. കൂദാശ യേശു സ്ഥാപിച്ചതാണ്. ഈ 7 കൂദാശകളും യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും ധാരാളമായിട്ട് നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്നത് യേശുവാണ്. ഈ അളവ് കൂടാതെ ആ പരിശുദ്ധാത്മാവാണ് വിവാഹം എന്ന കൂദാശയിലൂടെ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സഹോദരനും സഹോദരിയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ലിവിംഗ് ടുഗദർ അല്ല. യോസേപ്പ് പിതാവും മറിയവും ലിവിംഗ് ടുഗദർ അല്ല. അവർ ഒരുമിച്ച് വസിക്കുന്നതിന് മുമ്പേ, വചനം പറയുന്ന, അവർ ഒന്നിച്ചു വസിക്കുന്നതിന് മുമ്പേ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പൊ ഒന്നിച്ചു വസിക്കുന്നതിന് മുമ്പ് ലിവിംഗ് ടുഗദർ അല്ല മംഗളവാർത്തയുടെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം മംഗളവാർത്ത തരുന്നത് ലവ് ജിഹാദ് അല്ല, കൃപ നിറഞ്ഞവളാവുക. ലവ് ജിഹാദ് പറയാനായിട്ട്
എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവം 3-4 ദിവസം മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതാ. എൻ്റെ പല പാട്ടുകൾ സംഗീതം നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകള് 2nd ഇയർ ഗ്രാജുവേഷൻ പഠിക്കുന്നു. അവളെ സ്നേഹിക്കുന്ന ഒരു യുവാവ് കടന്നു വരികയാണ്. ആ യുവാവ് ഈ പെൺകുട്ടിയെ, ഞാൻ മതം പറയുന്നില്ല, ഈ പെൺകുട്ടിയെ വേറെ ഒരുത്തനുമായിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ അവര് തമ്മിൽ ലിവിങ് ടുഗദറായി. രജിസ്റ്റർ മാരേജ് നടന്നു. ഒരാള് കത്തോലിക്ക, ഈ പെൺകുട്ടി കത്തോലിക്ക പെൺകുട്ടി, മാതാവിന്റെ ഭക്ത, ദേവാലയങ്ങളിൽ പാട്ട് പാടുന്നവള്. പക്ഷേ മറ്റേയാള് വേറെ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇന്ന് നമ്മുടെ പഴയൊരു മന്ത്രി പറഞ്ഞല്ലോ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. അവര് പ്രായപൂർത്തിയായി, ലവ് ജിഹാദില. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ചെറുക്കന്റെ ജോലി എന്താണെന്നറിയോ? പറഞ്ഞു പറ്റിച്ചത്. അവള് ഗർഭിണിയായി കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ തനി സ്വഭാവം മനസ്സിലായത്. മീൻ കച്ചവടം നടത്തുന്നതാ. തീരെ തീരെ പാവപ്പെട്ടതാ. പാവപ്പെട്ടവർ കല്യാണം കഴിക്കണ്ട എന്നല്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ലവ് ജിഹാദില് ദൈവത്തിന്റെ ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മറിയത്തിന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് വരുന്നത് ഗബ്രിയേൽ ദൈവദൂതന, പിതാവായ ദൈവത്തിന്റെ സന്ദേശം. ലവ് ജിഹാദ് പ്രകാരം വിവാഹം കഴിക്കുന്ന കൂദാശിയല്ല. ഞാൻ അടുത്ത് താമസിക്കുന്ന മുളപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 2nd ഇയറില് ബിടെക് പഠിക്കുന്നു. ആ പെൺകുട്ടിയും ഈ ലവ് ജിഹാദിൽ അന്ന് പോയി. അന്നൊന്നും ലവ് ജിഹാദ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. ഒരു 20 വർഷം മുമ്പ് ആദ്യമായിട്ട് ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഞാനാണ് സംസാരിച്ചത്. അതിന്റെ പേരില് കുറേയധികം വിഷമതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ബിടെക്കിന് പഠിക്കുന്ന 2ാമത്തെ വർഷക്കുട്ടി, അവളുടെ 2ാമത്തെ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇന്നും അവളുടെ പിതാവ് വീട്ടിൽ കയറ്റില്ല. ആത്മാവുള്ള ഒരു ജീവിതമല്ലാതെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങിയിട്ടില്ല. തെറ്റുപറ്റി അനുദപിച്ച് കർത്താവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് ആത്മാവിന്റെ ജീവിതത്തിലേക്ക്, കൂദാശിയിലേക്ക് കടന്നു വരുവാൻ സഭ നമ്മളെ ഒരുക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഇന്നൊരു ആശുപത്രിയില് തൂപ്പ് ജോലി ചെയ്യുന്നു. മറ്റേയാള്, ഭർത്താവ് പറ്റിക്കപ്പെട്ട് കല്യാണം കഴിച്ച ആ യുവാവ്, മീൻ കച്ചവടം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, മീൻ കച്ചവടം മോശമാണെന്നല്ല ഞാൻ പറയുന്നു. പറഞ്ഞതൊന്നും അവന്റെ കുടുംബത്തിലോ വീട്ടിലോ ഇവനോ ഇല്ല. ഇതുപോലെ എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഒരു പിതാവ് ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ പേരില് ഏതോ തീവ്രവാദി സംഘടനകള് ആ പിതാവിന്റെ അരമനയിലേക്ക് ചെന്നു എന്നാ പറയുന്നത്. അപ്പൊ മറിയം കൃപ നിറഞ്ഞവളുടെ അരികിലേക്കാണ് മാലാഖ കടന്നു വരുന്നത്. കൃപ നിറഞ്ഞവരുടെ അരികിലേക്കാണ് ദൈവവചനം കടന്നു വരുന്നത്. കൃപ നിറഞ്ഞ ആളുകളുടെ ഇടയിലേക്കാണ് ദൈവ സന്ദേശങ്ങൾ വരുന്നത്. കൃപ നിറഞ്ഞ ആളുകളുടെ ഇടയിലേക്കാണ് കുടുംബ ജീവിതത്തിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനികള് ഇതിൽ പോയി വീഴുന്നു. എന്തുകൊണ്ട്? എന്റെ നെഞ്ചിൽ ഞാൻ കൈവച്ചിട്ട് പറയാം, എന്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം, എന്റെ പ്രഘോഷണങ്ങളുടെ കുറവായിരിക്കാം, നേരായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തതായിരിക്കാം. ഒരു കാര്യം കൂടി പറയാം, മാതാപിതാക്കന്മാര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. ശരിയായ രീതിയിൽ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളില് ഒരു പഴയ മന്ത്രി പറഞ്ഞു, നമ്മുടെ സ്ഥാപനങ്ങളില് ഏറ്റവും കൂടുതൽ മതപഠനങ്ങൾ കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ ഒരു കാര്യത്തില് നമ്മളില്
ഈ വചനം കേൾക്കുന്നവരില് നമ്മൾ എത്ര പേര് നമ്മുടെ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, നമ്മുടെ മക്കളെ കാറ്റഗിസത്തിന് വിടുന്നുണ്ട്? കൃപ നിറഞ്ഞവളായി തീരണം. കൃപ നിറഞ്ഞവളായി തീരുന്നത് മാതാപിതാക്കന്മാരുടെ പരിശീലനവും നമ്മുടെ സഭയുടെ അധികാരികള് നൽകുന്ന നിർദ്ദേശങ്ങളുമാണ്. ലവ് ജിഹാദും കൃപ നിറഞ്ഞവളും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. മംഗളവാർത്ത പെരുന്നാൾ മാതാവിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന മാത്രം പോരാ, നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അതിന്റെ പ്രവർത്തന തലങ്ങളിലേക്ക് കടന്നു വന്ന് ജീവിതത്തിന്റെ 1000 കോട്ടകൾ കെട്ടുന്നില്ല എങ്കിൽ ഇന്ന് നമ്മള് കത്തോലിക്കര്, ക്രിസ്ത്യാനികള് ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതെയാവും. എത്രയോ രാജ്യങ്ങളിലാണ് അങ്ങനെ ഇല്ലാതെയായത്. ഇന്ന് ഞാൻ കേട്ടത് സിറിയയിൽ എത്രയോ ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കുന്നത്. നമ്മളാരും അറിയുന്നില്ല. ഞായറാഴ്ച പള്ളിയിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകള്. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. വിവാഹ ജീവിതം ഒരു കൂദാശ ജീവിതമാണ്. മംഗളവാർത്ത തരുന്ന സന്ദേശം അതാ. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന്റെ അരികിലേക്ക് വരികയാണ്. വചനം നമ്മുടെ അരികിലേക്ക് വരികയാണ്. സഭയുടെ പഠനങ്ങൾ നമ്മുടെ അരികിലേക്ക് വരികയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തോട് പിതാവായ ദൈവം പറഞ്ഞുവിട്ട ഗബ്രിയേൽ ദൈവദൂതൻ പറയ, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട്. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടോ? നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്റെ ചെയ്തികളിലുണ്ടോ? നിന്റെ വചനത്തിലുണ്ടോ? വചനം പഠിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുവാണ് എന്ന് ചിന്തിക്കേണ്ട നിമിഷമല്ലേ മംഗളവാർത്ത തിരുനാള്. സന്തോഷം സന്തോഷം എന്നുള്ളതല്ല. ഒരു പ്രായപൂർത്തിയായ ഒരു അമ്മ, ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ, അവള് ദൈവത്തിന്റെ പുത്രന് ജന്മം നൽകുവാൻ ദൈവത്തിന്റെ അനുവാദം മേടിക്കുകയാണ്. നമ്മുടെ സഭ അനുവാദം ചോദിക്കുകയാണ് ദമ്പതികളോട്. അതിന് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഉത്തരം കൊടുക്കുകയാണ്. നമ്മൾ സ്വന്തം തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരും കൂടി തിരഞ്ഞെടുക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരോടും ചേർന്നെടുക്കുന്ന തീരുമാനമുണ്ട്. നമ്മൾ തന്നെ ഒരു സംഗതി ചെയ്താല് അത് അത്ര വിജയിക്കില്ല. നമുക്ക് ഒരു 2 കണ്ണേ ഉള്ളൂ. പലരുടെ കണ്ണുകൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് വരണം. ആത്മാവാണ് കുടുംബ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ജർമിയ പ്രവാചകൻ പറയുന്നില്ലേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു. അപ്പൊ നമ്മളൊരാണായിട്ട് പെണ്ണായിട്ട് ജനിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിലാണ്. മറിയത്തിന്റെ ജനനം ദൈവത്തിന്റെ പദ്ധതിയിലാണെന്ന് നമുക്ക് പ്രോട്ടോ എവഞ്ചേലിയം ഓഫ് സെയിന്റ് ജെയിംസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. മറിയത്തെ കുറിച്ചുള്ള വളരെയധികം വിവരണങ്ങൾ അറിയുന്ന യോവാക്കീം അന്നയുമായിരുന്നു മറിയത്തിന്റെ മാതാവെന്നെല്ലാം അറിയുന്നത് അതാണ്. 5ാമത് മറിയം പറയുക, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. She said yes to Gabriel. She said yes to Abba Father. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് സഹിക്കാനും, എന്തിനു വേദനിക്കാനും, എന്ത് പ്രവൃത്തി ചെയ്യാനും തയ്യാറാവുകയാണ്. അതാണ്. അതിൽ ബുദ്ധിമുട്ടുണ്ട്, അതിൽ പ്രയാസമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വചനങ്ങള് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എന്റെ 1020ാമത്തെ വചന പ്രഘോഷണമാണ്. വചനം നന്നായിട്ട് പഠിക്കും, ചിന്തിക്കും. അതാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ക്രൈസ്തവമല്ലാത്ത കാര്യങ്ങള് നമ്മൾ വേണ്ടാന്ന് വെക്കണം. മറിയം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. മറിയം ചെയ്ത കാര്യങ്ങൾ എടുക്കുക.
അവള് ഗർഭിണിയായപ്പോൾ തന്റെ ഇളയമ്മയെ സഹായിക്കാനായിട്ട് മലഞ്ചെരുവിലൂടെ പോവുകയാണ്. സഹായ മനസ്ഥിതി. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ആ കുടുംബത്തിന് വിഞ്ഞില്ല, ആ കുടുംബത്തിന് വിവാഹം നടന്നിട്ടില്ല, ആ കുടുംബത്തിന് മക്കൾ ജനിച്ചിട്ടില്ല, ആ കുടുംബം ക്യാൻസർ രോഗത്തിലാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു CMC സിസ്റ്റർ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ. ആശ്വാസം സമാധാനവും കൊടുക്കണമേ. വചനപ്രഘോഷണത്തിൽ നിന്ന് വളരെ നല്ല ഒരു CMC സിസ്റ്ററാണ്. വചനം പറഞ്ഞെന്നോ വചനം പ്രസംഗിച്ചെന്നോ ശുശ്രൂഷ നടത്തിയെന്നോ കരുതി നമുക്ക് രോഗങ്ങൾ വരാതിരിക്കില്ല. രോഗവും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ ഈ മംഗളവാർത്ത പെരുന്നാള് ആഘോഷിക്കുമ്പോൾ പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒന്ന്, ലഹരി, മദ്യത്തിന്റെ ലഹരി, അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെ ലഹരി, LSD, മരിജുവാന, അതുപോലെ തന്നെ MDMA, കഞ്ചാവ്. ഇതെല്ലാം കേരളത്തിൽ വളരെ സുലഭമാണ്. എന്തുകൊണ്ട് എങ്ങനെയായി? സമാധാനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്? എങ്ങനെ ഇങ്ങനെയായി? നമ്മൾ ചിന്തിക്കണം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ ഒരു മകനെയും കൊണ്ട് അമ്മ വന്നിരിക്കുകയാണ്. അവൻ ബാംഗ്ലൂരിലെ മാരുതി നഗറിൽ നിന്ന് കഞ്ചാവ്, LSD, മരിജുവാന ഇങ്ങനെ പറയുന്ന മദ്യലഹരികളും മയക്കുമരുന്നുകളും കൊണ്ടുവന്ന് 14 വയസ്സുള്ള കൊച്ച് എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അവൻ അവിടെ ചെല്ലുമ്പോൾ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ബാക്കി എല്ലാം കിട്ടും, പൈസ കിട്ടും. ഈ കുട്ടികളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മംഗളവാർത്തയുടെ ഒരു ദിനമല്ല ഇത് എന്ന് ഞാൻ പറയും. മാതാവിന്റെ മംഗളവാർത്തയുടെ തിരുനാളാണ്. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമാണോ? രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലായിടത്തും സംസാരിക്കുകയാണ്. ബിഷപ്പ് കോൺഫറൻസിലൊക്കെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു സഭയിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന്. അതുവരെ പറയാൻ പേടിയായിരുന്നു. ഒരു തിരുമേനി അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് പിതാവിന്റെ അരമനയിലേക്ക് വലിയ മാർച്ചുകളായിരുന്നു. പഴയ ഒരു MLA, വർഷങ്ങളോളം നിന്ന MLA ഈ മദ്യലഹരിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് അധികാരികൾ ഇന്ന് അതിലിടപെട്ടപ്പോൾ കേസുകളൊക്കെ അങ്ങ് മാറി. അങ്ങനെ ഉണ്ടെന്നുള്ള ബോധ്യം ചിലർക്കൊക്കെ എങ്കിലും ബോധ്യമായി തുടങ്ങി. മൂന്നാമത്തെ പ്രശ്നം, ലിവിങ് ടുഗെദർ. ഇന്ന് കേരളത്തിലുണ്ട്. മംഗളവാർത്ത അല്ല നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്, ലിവിങ് ടുഗെദറാണ്. നമ്മുടെ മക്കൾ ജനിച്ചു വളർത്തിയ നമ്മള് ആ കുഞ്ഞുങ്ങളുടെ ഒരു വിവാഹം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നിരവധിയായ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ഇന്ന് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള മരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ മംഗളവാർത്താ ദിനത്തില് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കുടുംബജീവിതം നമുക്കുണ്ടാകട്ടെ. കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, അതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി. പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് വരും. ആത്മാവ് വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. യേശു പറഞ്ഞു, ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ വചനം പറയണം, നിങ്ങൾ ജീവിച്ചു കാണിക്കണം. ഇതിന് പറയാൻ കാരണമായത് മറിയത്തിന്റെ യെസ് ആണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയെ പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു. അമ്മയുടെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ വന്നല്ലോ, അങ്ങയുടെ ജനനത്തിന് സമ്മതം ചോദിക്കാൻ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ
ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും. ദൈവമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മംഗലാവർത്ത പെരുന്നാളിന്റെ ദിവസം മക്കളില്ലാത്ത ദമ്പതിമാര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 8:2 എല്ലാ ദിവസവും ചെല്ലട്ടെ. മംഗളവാർത്തയുടെ ഈ വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-38 എല്ലാ ദിവസവും വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21:1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും രാത്രി മുഴുവൻ പ്രവർത്തിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. കർത്താവ് നമ്മുടെ കിടക്കയുടെ അരികിലേക്ക് വരുന്നു, നമ്മുടെ സമീപത്തേക്ക് വരുന്നു. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകും. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, കുഞ്ഞുമക്കളെ പ്രദാനം ചെയ്യണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. വചനം വളർത്താം, വചനത്തിൽ ജീവിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ.